മറ്റേ സ്റ്റേജ് ഷോസിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ഏറ്റവും കൂടുതൽ പറയണ പാട്ടുകൾ ഏതായിരിക്കും? ഇപ്പോൾ ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന ഷോസ് ഇപ്പൊ ഫ്യൂഷൻ ഷോസ് ചെയ്യാറുണ്ട്. ഫ്യൂഷൻ പല ആർട്ടിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഫ്യൂഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ ഗാനമേളകളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രെൻഡിങ് ആണ്. ഇപ്പം നമ്മൾ ആ ഒരു ട്രെൻഡിൽ ഇപ്പം എന്തൊക്കെയാണോ ഇപ്പം പാട്ടുകൾ, എന്നാലും അതിനകത്തും ഇപ്പം കുറേ ഇപ്പം നമ്മൾ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഇപ്പം ദാസേട്ടനും അല്ലെങ്കിൽ എസ്.പി.ബി സാറും ഒക്കെ പാടി വലിയൊരു ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേരിൽ അറിയപ്പെടുന്ന പാട്ടുകൾ ചിലപ്പോൾ നമ്മളുള്ള ആൾക്കാരൊന്ന് നമ്മൾ സ്റ്റാർ സിംഗറിലത് പാടി അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അത് പാടണോട്ടോ, അത് അന്ന് എന്തായാലും പാടി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പാടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകൾ പറയാറുണ്ട്. ഇപ്പം നിറങ്ങളെ പാടും എന്ന് പറഞ്ഞ പാട്ട് പലപ്പോഴും ചോദിക്കണം. പിന്നെ ഞാൻ എൻ്റെ ഫിനാലയിൽ പാടിയത് ഹരിമുരളിരവായിരുന്നു എൻ്റെ ഫിനാലെ പാടിയത്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. പിന്നെ ഹിന്ദി സോങ്സ് അതിൽ ഗസൽ റൗണ്ടിൽ പാടിയ പാട്ട് തെരി തസ്വീർ മിത്വ എന്നുവെച്ചാൽ അവര് നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലും ഈ അല്ലിയളം പോകുന്നതിനാണെങ്കിലും ഇപ്പോഴും ഇവിടെ ചെന്ന് കഴിഞ്ഞാലും പല ആൾക്കാരും വന്ന് ചോദിക്കണം. കാരണം അവര് ചിലപ്പം ആ കാലഘട്ടത്തിൽ ചിലപ്പം കുട്ടികളെ കേൾപ്പിച്ചോണ്ടിരുന്നോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള എപ്പോഴും ഒരു ഫേവറേറ്റ് എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ ചോദിക്കും. പിന്നെ ബാക്കി നമ്മളിപ്പോ ആവേശത്തിലുള്ള പാടും ഞാൻ എല്ലാ ടൈപ്പും പാടുന്ന ആളാണ്. കാരണം ഫാസ്റ്റ് നമ്പേഴ്സും സെമി ക്ലാസിക്കലും മെലഡീസും എല്ലാം പെർഫോം ചെയ്യാറുണ്ട്. അപ്പം എന്താണോ കച്ചേരിയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കുറച്ച് എന്തൊക്കെയോ എവിടെയൊക്കെയോ വായിച്ചു. അത് ഈ പറഞ്ഞ പോലെ വയലിൻ പഠിച്ചോണ്ട് ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പവർ കട്ട് ഉണ്ടല്ലോ പണ്ടത്തെ, അപ്പൊ നമ്മുടെ പവർ കട്ടിന്റെ സമയത്ത് ഏതാ അതെങ്ങനെ വെച്ചാല് വോക്കലും വയലിനും കൂടി അത് ആക്ച്വലി ഞാൻ വയലിൻ പഠിച്ചിട്ട് പിന്നെ വോക്കലിലേക്ക് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയും. അപ്പം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പം അച്ഛനാണെങ്കിലും എൻ്റെ സമകാലികരായിട്ട് ഞങ്ങളുടെ ഒരേ സ്ഥലത്ത് പാട്ടും വയലിനും പഠിച്ച ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ പേർക്കെന്ന് വെച്ചാൽ അവരൊരു 10th ഒക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. അപ്പം അച്ഛനെ സംബന്ധിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇത് എന്ത് ചെയ്യണമെങ്കിലും അവിടെ അത് കൂടാണ്ട് നമ്മളൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ പ്രാക്ടീസിന് വേണ്ടി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും അതിൽ നമ്മുടെ പഠിത്തത്തിലൊന്നും പോകാനില്ല എന്നുള്ളൊരു അത് ഞാനത് ഇമ്പോർട്ടൻസ്. കാരണം അത് നമ്മളെപ്പോഴും ഇതായിട്ടൊരു ടച്ചിൽ നിന്നാൽ മാത്രമേ ആവുള്ളൂ. ഇപ്പം മോനാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അക്കാഡമിയിൽ പോകുന്നുണ്ട്, പാട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം എക്സാം ഉണ്ടെങ്കിലും ഞാനോട് ഇതേ കാര്യം പറയടാ, ഒരു അരമണിക്കൂർ നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി അല്ലെങ്കിൽ പ്രാക്ടീസ് വെച്ചിട്ട് നമുക്ക് ഒന്നും പോകാൻ പറ്റില്ല. 2 മാർക്കൊന്നും ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു 10th വെച്ച് അങ്ങനെ വീട്ടുകാർ ഒന്ന് ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക് എടുത്താൽ ചിലപ്പോൾ അത് വലിയൊരു ബ്രേക്ക് ആയി പോകും. കാരണം പിന്നെ നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യില്ലാണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് അപ്പൊ അങ്ങനെയാണ് ഈ വോക്കവൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ വരുന്നത്. അപ്പൊ ഈ പവർ കട്ടിന്റെ സമയമാണ് എന്റെ പ്രാക്ടീസ് സമയം പണ്ട്. അപ്പൊ ലോഡ് ഷെഡിങ് വരുന്ന ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ പാടുമ്പോ വിചാരിക്കും കൂടെ വയലിനും ഇപ്പൊ വരിസകളൊക്കെ പാടുമ്പോൾ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തത് പിന്നീട് ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ ആ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ദൂരദർശനിൽ ഒരു പ്രോഗ്രാം പോയപ്പോൾ ആനന്ദവർമ്മ സാറുണ്ടാവും. സാർ അവിടെ അന്ന് ദൂരദർശനിൽ വർക്ക് ചെയ്യുവാണ്. സാറ് ഒരു കർണാട്ടിക് മ്യൂസീഷ്യനാണ്, അതുപോലെ വയലിനും വായിക്കും. അപ്പം ഞാൻ അവിടെ അന്ന് ചെന്നപ്പോൾ ഇതുപോലെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു സാധനം വായിച്ചപ്പോൾ സാറാണ് ഈ ഒരു ഐഡിയ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് ട്രൈ ചെയ്യാറിലാണ്, മോനെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കച്ചേരി ആയിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരുമിച്ച് അത്രയും എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പാടുമ്പോൾ ഒരാൾ കൂടെ വയലിൻ ഫോളോ ചെയ്യും. അപ്പോൾ ഇത് പാടിക്കൊണ്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ട് നമുക്കത് കുറച്ചും കൂടി ബ്ലെൻഡ് ആയിരിക്കും. അപ്പോൾ അതിന് വോക്കാ വയൽ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാൻ. അങ്ങനെ ഞാനത് പിന്നീട് കച്ചേരികളായിട്ട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഈ ഗാനമേള പെർഫോമൻസ് ആണെങ്കിലും മിക്കവാറും എൻ്റെ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് സോങ് അത് ചിലപ്പോൾ ഒരു പക്ഷേ ദേവസമാതലം അങ്ങനെ സോങ് ആണെങ്കിൽ അതിലെ വയലിൻ പോർഷൻസ് ഫുള്ള് ഞാൻ വായിച്ചിട്ടാണ് പാടാറ്. അതുപോലെ ശ്രീവിനായകം എന്ന് പറഞ്ഞൊരു ഭരതത്തിൽ ആ ഒരു സോങ് പാടാറുണ്ട്. അപ്പോഴും ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസിക്കൽ ഇതാണെങ്കിലും ഞാനെപ്പോഴും വയലിനും വോക്കലും കൂടി ഒരു പെർഫോമൻസ് ചെയ്യാറുണ്ട്. അപ്പം അത് ഗാനമേളയാണെങ്കിൽ പോലും വളരെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു പിന്നെ വയലിനും വോക്കലും കൂടി രണ്ടും കൂടെ ടുഗദർ ബ്ലെൻഡ് ആയിട്ട് ഒരു ആൾക്ക് വരികയെന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര ബ്ലെസ്ഡ് അല്ലേ. ഇപ്പോഴും ഒരു എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പാട്ടുകാരൻ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ആ നോട്ടേഷനോടും അതുപോലെയുള്ള സിംഗിങ് അതിന്റെ സ്റ്റൈല് മോഡുലേഷൻ ഈ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടാൻ വളരെ നല്ലതാണ്. അതിപ്പം താളവാദ്യമാണെങ്കിലും ഒരു കീബോർഡോ വയലിനോ ഫ്ലൂട്ടോ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റും കൂടി നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ എന്താ പറയാ ഇപ്പം സൈഡിയ സ്റ്റാർ സിംഗിങ് നമുക്ക് ആ മൂവിയിലോട്ട് സിനിമയിലോട്ട് വരുന്ന ഒരു കോൾ എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോൾ തന്നെ ശരത് സാറ് ഞങ്ങളെ
അതിലുള്ള കുറെ ആൾക്കാരെ വെച്ചിട്ട് നല്ല പാട്ടുകാരി എന്ന് പറഞ്ഞൊരു മൂവി ആ സമയത്ത് വന്നത്. സ്റ്റാർ സിംഗറിൽ തന്നെ കുറച്ച് പേരൊക്കെയാണ് അത് അഭിനയിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതില് പാടിയിരുന്നു. അതാണ് സിനിമയിൽ ആദ്യമായിട്ട് പാടാനുള്ള എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഉള്ളത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഡോക്ടർ ലവ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ അതിൽ ഞാനും ആ പാട്ടിൽ ഞാനും നജീം ഇർഷാദിന്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും പാടി സ്റ്റേജ് ചെയ്യുന്നു. അതിനിടയിൽ ഒരു ഇടിയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അതിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ പാട്ട് ഇപ്പോഴും സ്റ്റേജിലിടയ്ക്ക് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ വിളിച്ച് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ചില വിളിച്ച് ചോദിക്കും അതെന്ന് പറ്റി ആ പ്രോഗ്രാം നടന്നപ്പോൾ ഒരു ഇടി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ചിലരുടെ പെട്ടെന്ന് കാണുമ്പോൾ അപ്പൊ അങ്ങനെ അതിപ്പോഴും സംഭവിക്കുന്ന ഒരു. അപ്പൊ ഈ പാട്ട് കാണുമ്പോൾ ചിലപ്പോൾ സ്റ്റേജ് ഷോ എന്ന് വിചാരിച്ച് ചിലർ കാണും കുറച്ചേരം ഇടുന്നു. അത് കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ഇടി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അതില് ആ പാട്ട് പാടിയിരുന്നു. പിന്നെ ബിജി ചേട്ടന്റെ ലുക്കാ ചുപ്പി എന്ന് പറഞ്ഞ പാട്ടത്തില് ഈ വിഴികൾ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ വേറെ കുറെ സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഇടയില് എന്റെ മഴ എന്ന് പറഞ്ഞൊരു പടത്തിൽ പാടിയിട്ടുണ്ട്. അത് ശരത് സാറിന്റെ തന്നെ നാരായണൻ. അതെ. പിന്നെ ഇപ്പൊ റീസെന്റ് വന്ന ഒരു മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ നിത്യ മാമിന് ഞാനും കൂടി ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. റോഷൻ എന്നാണ് മ്യൂസിക് ഡയറക്ടർ പേര്. നല്ലൊരു മെലഡി സോങ് ആണ് അത്. എനിക്ക് തോന്നുന്നു പാട്ട് മാത്രല്ല വയലിൻ കേൾക്കാനായിരിക്കും അധികം ആൾക്കാർ ഇങ്ങനെ കാതോർത്ത് നമുക്ക് വിവേകിന് ഇഷ്ടമുള്ള പാട്ടിന്റെ. അയ്യോ അത് നൃത്തം പറയാൻ തോന്നുന്നില്ല എനിക്ക്. വളരെ മൗനമായി എന്നുള്ള പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ? അല്ല വായിച്ച പോരാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ടല്ലോ. വിവേകിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് വയലിനില്? എനിക്ക് പാട്ടുകൾ എന്ന് വെച്ചാലേ നമുക്ക് ചില സമയത്ത് ഓരോ പാട്ട്. അപ്പം എനിക്ക് ഈ പാട്ട് നല്ല ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത്
ഇത് ഇനിയിപ്പം റീസെന്റ് ഇറങ്ങിയ പാട്ടുകളിൽ ഇപ്പൊ ഒരു പാട്ടുകള് ഞാനിങ്ങനെ സെഗ്മെന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ പ്രോഗ്രാമില്. അതായത് ആളുകൾ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പം അതിനകത്തൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ചെയ്യാം. അതിലിപ്പോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പറയാം, ഏത് പാട്ട് പറഞ്ഞാലും ഏത് പാട്ട് പാടാന്നുള്ളത്. ഒരു ഫ്യൂഷൻ റൗണ്ട് ഉണ്ടാവല്ലോ ഐഡിയ സ്റ്റാർ സിംഗറിൽ, ഭയങ്കര ഒരു റൗണ്ട്, ഭയങ്കര എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ആ റൗണ്ടൊക്കെ ഇങ്ങനെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതെ 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 അതെ, വയലിനും പ്ലസ് വോക്കലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാട്ട്. തമിഴ് ഏതാ ഏതെങ്കിലും വായിക്കാൻ പറ്റുമോ? അതല്ല ഇഷ്ടമല്ല. ഇതെനിക്ക് തോന്നുന്നു കോളേജ് കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ വായിച്ചിട്ടുള്ള എപ്പോഴും പാട്ടുകൾ ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കുട്ടികൾ വന്നിട്ട് ഓരോരോ പാട്ടുകൾ വായിക്കുന്നൊക്കെ പറഞ്ഞു. ഈ വയലിൻ പഠിക്കാൻ നേരത്തെ ആരെങ്കിലും റോൾ മോഡലായിട്ട് മനസ്സിൽ ആരെങ്കിലും കണ്ടിരുന്നോ? ഇപ്പോൾ എനിക്ക് കുറെ പേര് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് പിന്നെ അതുപോലെ കൊന്നക്കുടി ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇപ്പൊ അന്ന് എനിക്ക് വേണം ഈ അദ്ദേഹം മറ്റേ ഈ പാട്ടിന്റെ ഇടയിൽ ആൾ ഈ ശ്വാസം നമ്മളിവിടെ സാർ പാടുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് പിന്നെ ഇങ്ങനെ മണ്ണിൽ കാതൽ അതിലെ അപ്പൊ അതുവരെ പുള്ളി വയലിനകത്ത്. അപ്പൊ അതൊക്കെ നമുക്കൊരു ഇങ്ങനെയൊക്കെ നോക്കണം, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ. അപ്പൊ പിന്നെ അതുപോലെ പേര് വായിക്കും, ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ പേരിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പേര് ഇപ്പം ഒരാളുടെ പേര് വെച്ചിട്ട് അത് ആള് വായിച്ചു കൊടുക്കും. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്കൊരു നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്നക്കുടി സാറ് ഇഷ്ടംപോലെ. അപ്പൊ പുള്ളിയുടെ കച്ചേരികൾ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആള് ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ പേര് അത് വയലിൽ കൂടി വായിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടേ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ചുകൂടി വന്നപ്പോൾ ലാൽഗുഡി സാറിന്റെ അങ്ങനത്തെ പല പേര് എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് ആ ഒരു രാഗത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുമല്ലോ അങ്ങനെ ഫീലും എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റിയ. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ ലാൽഗുഡി സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ടി എൻ കൃഷ്ണൻ സാർ, അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ. പിന്നെ അതുകൂടാണ്ട് പിന്നെ കുറേ കൂടി നമ്മൾ ഹൈസ്കൂള് അല്ലെങ്കിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി പുറത്തുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ബാൻഡുകൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഫ്യൂഷൻ ഇപ്പം ബാലുചേട്ടനായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ആ ഒരു സമകാലികമായിട്ട് നമ്മൾ പോണ സമയത്ത് ഇതുപോലെ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് വയലിൻ വരുമ്പോൾ ഫെൻഡർ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ അന്നൊക്കെ നമുക്ക് ഒരു ഈസ്റ്റേൺ വയലിൻ അല്ലെങ്കിൽ നമ്മുടെ വുഡൻ വയലിൻ, അക്കോസ്റ്റിക് വയലിനാണ് നമുക്ക് അവൈലബിൾ. പക്ഷേ ഈ ബാൻഡ് എന്ന് പറഞ്ഞ പെർഫോമൻസിലൊക്കെ വരുമ്പോൾ ഡ്രംസ്, ഗിറ്റാർ, കീബോർഡിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ എത്ര മൈക്ക് വെച്ചാലും നമുക്ക് ആ ഒരു ലെവൽ കിട്ടില്ല. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഇലക്ട്രിക് വയലിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്താണ് ബാലുചേട്ടൻ ഒരു ഫെൻഡറിന്റെ ഒരു വയലിൻ വാങ്ങിയത്. ആറ്റുകാൽ ബാലുചേട്ടനാണ് ആദ്യം വാങ്ങിയത്, ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം.
അപ്പോൾ അങ്ങനെ ആ ഒരു സർക്കിളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കോൺടാക്ട് ചെയ്യും. അപ്പോൾ പുതിയൊരു വയലിൻ വരുമ്പോഴത്തേക്കും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങുമായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ എല്ലാ ടൈപ്പും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു അങ്ങനെ പലപ്പോഴും ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വഴി നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് മ്യൂസീഷ്യൻസ് ഇപ്പം നമ്മൾ ആരാധിച്ചിരുന്ന പല ആൾക്കാരുടെ കൂടെ പെർഫോം ചെയ്യാൻ ഉള്ളൊരു അവസരമൊക്കെ നമുക്ക് ഞാൻ ഈ വയലിൻ കൂടി പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മാൻഡലിൻ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ, മാൻഡലിൻ UP രാജു സാർ, അതുപോലെ ശിവമണി, പിന്നെ രാജേഷ് വൈദ്യ, മട്ടൻ രാശാൻ, അങ്ങനെ തുടങ്ങി കുറെ ഞാൻ വയലിൻ പഠിച്ചുകൊണ്ടുള്ള എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ഈ ഫ്യൂഷൻസിലൊക്കെ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊക്കെ പലപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഈവൻ ബാലമുരളി സാറ് പാടുന്ന ഒരു സ്ഥലത്ത് എനിക്ക് സാറിൻ്റെ കൂടെ അന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതുപോലൊരു കച്ചേരി ചെയ്യുമ്പം ദക്ഷിണമൂർ സ്വാമി, അന്ന് സ്വാമിയുടെ പേരുള്ളൊരു കച്ചേരിയായിരുന്നു. പാടിക്കഴിഞ്ഞ് സ്വാമി അടുത്ത് വന്ന് ഭയങ്കര അഭിപ്രായം, അപ്പോൾ സ്റ്റേജിലേക്ക് വന്ന് പറയാം. അതൊക്കെ നമുക്കൊരു അങ്ങനെ ബ്ലസ്ഡ് മൊമെന്റ്സ് ഇഷ്ടം പോലെ ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള പല അവസരങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആരാധിച്ചിരുന്നിട്ടുള്ള ദാസേട്ടൻ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ഇവരൊക്കെ കൂടെ പെർഫോം ചെയ്യാനുള്ള സ്റ്റേജിൽ പാടാനും ഒക്കെ ഉള്ളൊരു, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ മെലഡി ആണല്ലോ അപ്പോൾ ചെയ്തത്. ഫാസ്റ്റ് നമ്പേഴ്സ് എന്തെങ്കിലും ഫാസ്റ്റ് നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും പുതിയൊരു പാട്ട് വായിക്കാം. അല്ല, ഇത് വായിക്കാം. ആവേശത്തിലെ പാട്ടും പിന്നെ മനസ്സിലായോ. ഇപ്പം ലാസ്റ്റ് ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ പോയ ഷോകളിലെല്ലാത്തിനും ഇലുമിനാട്ടി ഇതൊക്കെയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതലും സ്റ്റേജ് ഷോസിലേക്ക് ഇതൊക്കെയായിരിക്കും. പക്ഷെ ആൾക്കാരുടെ ഒരു ആ ഒരു രീതിയും കുറെ മാറിയിട്ടുണ്ട്. US ഇപ്പൊ നമ്മൾ റീസെന്റ് ഞാൻ ഒരു 25 ഡേയ്സ് നമ്മളോട് ഒരു ടൂർ കഴിഞ്ഞിട്ട് വന്നതാണ്. അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പം ആ ഒരു നൊസ്റ്റാൾജിക് പാട്ടുകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ ബാൻഡുകളൊക്കെ ആണെങ്കിൽ ആ പാട്ടുകളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എപ്പോഴും പുതിയ പാട്ടുകൾ ട്രെൻഡിങ് ആയി കേട്ടോണ്ടിരിക്കണെങ്കിലും അതെ അപ്പൊ കവർ സോങ്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വീണ്ടും ആ ഒരു അതിന്റെ ഒരു ഫ്ലേവർ വേറെ രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ സോങ്സ് മൊത്തം കവർ സോങ്സ് ആക്കി അത് ആ പഴയ സോങ്സിന്റെ ഒരു ഇതാണല്ലേ. കാരണം അതിന്റെ അകത്തുള്ള ഒരു മ്യൂസിക്കൽ അത് നമുക്ക് ഒരിക്കലും അതെ. ഇപ്പൊ നമ്മളിപ്പം പല അടിപൊളി പാട്ടുകളാണെങ്കിൽ ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ഈ പഴനി മലമുരുകനെ പള്ളിവേല എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ ആ ഒരു മ്യൂസിക്കും, അല്ലെങ്കിൽ വേൽമുരുക ഹരോഹര പാട്ടുകള് നമ്മളൊരു അടിപൊളി പാട്ടായിട്ട് ആസ്വദിക്കുമെങ്കിലും ഇപ്പൊ ഇതൊക്കെ വെച്ചാൽ വളരെ മ്യൂസിക്കലി ചെയ്തേക്കണം, അല്ലാണ്ട് വെറും ഒരു ഡപ്പാങ്കുത്ത് പാട്ടല്ലത്. പക്ഷെ ഏതൊരു സോങ്ങിന്റെയും അവസാനം ഈ പാട്ട് അതെ. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊരു എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗുണം തോന്നിയിട്ടുള്ളത്, ഞാൻ ഒരു ജോണറിൽ അങ്ങനെ നിൽക്കാറില്ല. ഇപ്പൊ പാട്ട് എനിക്ക് ക്ലാസിക്കലാണ് പഠിച്ചെങ്കിലും ഇഷ്ടംപോലെ പാട്ടുകൾ, വെസ്റ്റേൺ പാട്ടുകൾ കേൾക്കാറുണ്ട്. അതുപോലെ ഹിന്ദി സോങ്സ് കേൾക്കാറുണ്ട്, പാടാറുണ്ട്. തമിഴാണെങ്കിലും അടിപൊളി എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നിനോടൊരു ഇതില്ല, കാരണം ഇതിനകത്തൊക്കെ മ്യൂസിക്കാണ്. ഇപ്പൊ രാജ് സാറിന്റെ പാട്ടുകളാണെങ്കിലും റഹ്മാൻ സാറിന്റെ പാട്ടുകളാണെങ്കിലും രണ്ട് ഫ്ലേവറുണ്ട്. പക്ഷെ ഇതിനകത്തൊരു സോൾ മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം നിൽക്കുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതുപോലെ ദേവരായ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ പാടിയിടുമ്പം എനിക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് ഈ രാജ് സാറിന്റെ പാട്ടുകൾ, അതുപോലെ ദേവരായ മാഷിന്റെ പാട്ടുകൾ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ, പിന്നെ അങ്ങനെ. അപ്പൊ അത് ഈ ഒരു കാലഘട്ടം ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ കൂടുതലും കേൾക്കാനും അല്ലെങ്കിൽ അത് തിരിച്ചതിലേക്ക് പോകാനൊക്കെ ഉള്ള അവസരങ്ങൾ. പിന്നെ പാട്ടിനെ ഇപ്പൊ പഴയ പാട്ടുകളൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അതിനെ ആ പാട്ടിനെ കാര്യമായിട്ട് പരിക്കേൽപ്പിക്കാണ്ട്, കാരണം അവര് ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാവരും കുറച്ചും കൂടിയും ഇപ്പൊ രാഗം ബേസ്ഡ് ആയിട്ടും ഒക്കെ ചെയ്യുന്നവരാണ്. ഇപ്പൊ നമ്മൾ കവർ സോങ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടുള്ള പാട്ടുകളെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം അതിന്
കാരണം അത് ആൾക്കാർക്ക് ആ ഒരു തനിമയിൽ കൂടി തന്നെ കേൾക്കാനാണ് താല്പര്യം. അപ്പം ഇപ്പൊ പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൗണ്ട് ഒക്കെ മാറ്റണ ഇതൊക്കെ ഉണ്ടല്ലോ ദിലീപേട്ടന് വേണ്ടിയിട്ട് ആ ഒരു ഡൈനാമിക്സിൽ പാടുക. അങ്ങനെ ഇപ്പൊ ദാസാറൊക്കെ അങ്ങനെ നമ്മുടെ ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ പണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇഷ്ടംപോലെ ചോയ്സസ് ആണ്. കാരണം ഇപ്പം പണ്ട് നമ്മൾ ആർക്കാണെങ്കിലും ഒരു 4-5 സിംഗേഴ്സിന്റെ ശബ്ദത്തിലാണ് പാട്ട് കേട്ടത്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്. കാരണം അത്ര ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ച് ഇപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇന്നിപ്പോ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോൺ ആണെങ്കിൽ ആ ഒരു ടോണിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടംപോലെ ലൈബ്രറി ഉണ്ട്. കാരണം ഇഷ്ടംപോലെ സൗണ്ട് കള് കേൾക്കാം. ഇപ്പം ഒരേ പാട്ടുകാരനെ കൊണ്ട് എല്ലാ പാട്ടും ട്രൈ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റിയും കൂടെ കുറച്ച് മാറ്റം വരുന്നില്ല. കാരണം പണ്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഇന്ന ആള് പാടി വെച്ചതാണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിപ്പം ഒരു പാട്ട് ഹിറ്റ് ആയാലും നമ്മള് ആ പാട്ടുകാരനെ അപ്പം അറിയുന്നല്ലാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് സിംഗേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ അത്ര ആൾക്കാർക്ക് അവസരം കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. പണ്ടിപ്പം നമ്മളിപ്പോ ഒരു പാട്ടിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ദാസേട്ടനും അല്ലെങ്കിൽ MG സാറ്, വേണുഗോപാൽ സാറ്, അങ്ങനെ കുറച്ച് ആൾക്കാരിൽ അവരെ കണ്ടോണ്ടാ ചെയ്യുന്നത്. ഇന്നിപ്പോ പുതിയ പാട്ടുകളൊക്കെ വരുമ്പോ ഇപ്പം ഡെപ്സിയൊക്കെ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ജോണറിലെ പാട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് പണ്ട് കമ്പോസ് ചെയ്താൽ നമുക്ക് പാടിക്കാൻ ഓപ്ഷൻ ദാസേട്ടനുള്ളെങ്കിൽ ആ പാട്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. കാരണം അപ്പൊ ഇന്നത്തെ കാലഘട്ടം മാറി. അപ്പൊ കാലഘട്ടത്തിനോട് ഇപ്പൊ നമ്മളങ്ങോട്ട് മാത്രമല്ല അവനവൻ തന്നെ നമുക്ക് തന്നെ നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ ആക്ടേഴ്സിൽ തന്നെയാണെങ്കിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ അഭിനയിച്ചാല് മാത്രമേ നമ്മൾ പണ്ട് അങ്ങനെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ശരിക്കും പറയാം. പക്ഷെ ഇപ്പൊ അഭിനയിക്കുന്ന ആൾക്കാരും വളരെ ടാലന്റഡ് ആണ്. അപ്പൊ അവർക്കും ഇങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൊണ്ടാണ് അവർക്കൊക്കെ അവസരം കിട്ടുന്നത്. അപ്പൊ പഴയ കാലഘട്ടത്തിൽ ഇതുപോലെ ചിന്തിച്ചിരുന്നവർ അത് സിനിമ ആക്കാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ പാട്ടാക്കാൻ പറ്റാണ്ടോ പോയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടാവാം. ഈ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ മേഖലയിൽ എങ്ങനെയും വിളി വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ പ്രോഗ്രാമിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു പടത്തിൽ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ 1-2 പടങ്ങൾ ഈ ടീനേജേഴ്സിനെ കുറിച്ചിട്ട് സ്റ്റാർ സിംഗറിന്റെ ആ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടും പലതരം അങ്ങനെ വന്നിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ആ സമയത്തുള്ള പ്രോഗ്രാമുകളുടെ കാര്യം, കാരണം ഇതൊക്കെ ഒരു കുറെ കാലഘട്ടം നമ്മൾ ഇതിനകത്ത് വിട്ടു നിൽക്കേണ്ട ഒരു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മ്യൂസിക് ഡയറക്ഷൻ ആണെങ്കിലും പലപ്പോഴും സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനും വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു അപ്പോഴത്തേക്കും കുറെ പ്രോഗ്രാമുകളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 10, 20, 30 ദിവസം നമുക്ക് ടോട്ടലി ഐസൊലേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ വിളി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഒരു പോപ്പുലറായിട്ട് നിൽക്കണമുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു 4-5 കുട്ടികളുടെ ഒരു സ്റ്റോറി ഒക്കെ ഒരു ടീനേജേഴ്സിന്റെ ആ പടത്തിലേക്ക് അന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും പാട്ടാണ് നമുക്ക് താല്പര്യം. കമ്പോസിങ് സ്വന്തമായിട്ട് ഇതുപോലെ താല്പര്യപ്പെട്ട് ഇപ്പൊ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പാട്ടുകൾ ചെയ്ത് പബ്ലിഷ് ചെയ്യാറുണ്ട്. കാരണം ബാൻഡിലാണെങ്കിലും ഒക്കെ പാട്ടുകൾ ചെയ്ത് പാടാറുണ്ട്. പിന്നെ ഈ ഫിലിം എന്നുള്ള നിലയിലേക്ക് അതുപോലെ എനിക്കൊരു ടൈം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ഇതേവരെ അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പാട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇപ്പൊ പറ്റിക്കൊള്ളൂ എന്ന് അറിയില്ല. കാരണം ഇപ്പൊ നമ്മള് തിരക്കായിട്ട് പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. കാരണം മ്യൂസീഷ്യൻ എന്നുള്ള എല്ലാ മേഖലകളിലും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. സമയം പലപ്പോഴും. ഇപ്പൊ മലയാളം അല്ലാണ്ട് ഇപ്പൊ തമിഴില് ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ ഒരു പാട്ട് പറയുകയാണെങ്കിൽ തമിഴില് അല്ലെങ്കിൽ ഹിന്ദിയില്? തമിഴിൽ എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട്. പെട്ടെന്ന് ഇപ്പൊ ചോദിച്ചപ്പം സുന്ദരി കണ്ണാൾ ഒരു സേതി സൊല്ലടി ഇന്നാൾ നല്ല തേതി എന്നയ്യേ തந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணாள் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே തந்தேன் உனக்காக ജന്മമേ കൊണ്ടേൻ അതற்காக. പാട്ടുകൾ നീ മഴലൈ ഭയങ്കര ഇഷ്ടമാണ്. കാരണം
എനിക്ക് അതിന് സമയം പോയത് അറിഞ്ഞില്ല. പാട്ടിനെ കുറിച്ചും വയലിനെ കുറിച്ചും ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും എല്ലാവരും പറഞ്ഞ ഒരുപാട് സമയം പോയി. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് തിരക്കുകൾക്കിടയിൽ വിവേക് കുറച്ച് സമയം ഇത്രയും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. ഒരുപാട് അരമണിക്കൂർ അരമണിക്കൂറൊന്നും പറഞ്ഞു തന്നില്ല. പക്ഷെ പറഞ്ഞു വരും നമ്മള് ഒരു മണിക്കൂർ. പക്ഷേ ഞാനും എൻജോയ് ചെയ്തു. കാരണം ഒരു ഫോർമൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കണോ പറയണമല്ലോ. അല്ല അതേ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതെ ഞാൻ വരുമ്പോ പറഞ്ഞത് നമുക്ക് ഇരുന്നങ്ങ് സംസാരിക്കാന്നുള്ളത്, ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ആ രീതിയിലാണെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലെ തോന്നിയിട്ടില്ലല്ലോ. നമുക്ക് ഇനി ഒരു അടിപൊളി പാട്ടിലൂടെ നമുക്ക് ഇത് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി എല്ലാ വരുന്ന പ്രോജക്ട്സും മ്യൂസിക് കമ്പോസിങ്ങും അല്ലെ മ്യൂസിക് ഡയറക്ടർ ഇനിയിപ്പോ ഓരോ പടി മുന്നിലോട്ട് പ്ലാനില്ലെങ്കിലും ഞാനീ പറഞ്ഞ പോലെ ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. അല്ലല്ല വേണ്ട പ്ലാൻ, അത് അതിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ എന്റെ വഴിക്ക് ഇങ്ങോട്ട് പറയണമെന്നേ ഉള്ളൂ. ഇനി ഭാവിയിൽ വേണമെങ്കിൽ ഒരു സിനിമയില് ആക്ടിങ്ങും എല്ലാം ഒന്ന് പരീക്ഷിച്ചോളൂ. അപ്പൊ എല്ലാ ആശംസകളും. സോ മച്ച്. എന്തായാലും എംസിഒഡീസിന്റെ ഈ ഒരു വേദിയിൽ എന്നെ വിളിച്ചതിലും സന്തോഷം. നമുക്ക് നല്ലൊരു അടിപൊളി പാട്ടിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലാലേട്ടൻ്റെ പാട്ട് വയ്ക്കാം അല്ലേ? ആ ശരി. ഒരുപാട് സന്തോഷം. അതെ, ഇനിയും ഞങ്ങൾ അടുത്ത് വിളിക്കുമ്പോൾ ഒരുപാട് ഒരു മണിക്കൂർ അങ്ങനെയും നമുക്ക് പ്രോഗ്രാമിന് ആശംസകൾ. താങ്ക് യു. ശരി, താങ്ക്സ്.